ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. PSC മെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നമ്മളെല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സമയമാണ്. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയവും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് എത്ര അഡ്വൈസുകൾ നിലവിൽ PSC വിളിച്ചിട്ടുണ്ട്, എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരം വീഡിയോസിന് വേണ്ടിയും അക്കാഡമിക് കണ്ടന്റിന് വേണ്ടിയും PSC മെന്ററിന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അംഗമാകാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വരിക. ഇവിടെ നമ്മൾ കമന്റിൽ പിൻ ചെയ്യുന്നതായിരിക്കും ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോയേക്കാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ജില്ലാതല എക്സാം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തവണ 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 571/2025 നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ. ആൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള VFAയുടെ നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. 23,700 മുതൽ 52,600 വരെയാണ് സാലറി സ്കെയില്. ജില്ലാ തല നിയമനമാണ് നടക്കുന്നത്. ഓരോ 14 ജില്ലയിലും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രിഫർ ചെയ്ത ജില്ലയിൽ നമുക്ക് ജോലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഓരോരോ ജില്ലയിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരത്ത് നിലവിൽ 174 ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസുകളുടെ എണ്ണം. അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 2026 ജനുവരി 1 ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 ഫെബ്രുവരി 22 സോ 3 വർഷത്തെ കാലാവധിയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിനുള്ളത്. സോ 2027 വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അഡ്വൈസുകൾ പോയിക്കൊണ്ടിരിക്കും. അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ 2026 ജനുവരി 5 174 പേർക്കാണ് നിലവിൽ മുഴുവൻ അഡ്വൈസുകൾ, ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നുള്ള കാര്യം ഓർക്കുക. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തിലോട്ട് എത്തുമ്പോൾ കൊല്ലത്ത് 107 ടോട്ടൽ അഡ്വൈസ്. ഇവിടെയും അവസാനം അഡ്വൈസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 2026 2026 ഫെബ്രുവരി 2 നിലവിൽ ഏറ്റവും അവസാനം അഡ്വൈസ് കൊല്ലം ജില്ലയിലേക്ക് വേണ്ടി പോയിരിക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടി. അതിൽ തന്നെ 91 പേര് OC കാറ്റഗറി, ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറി എന്നുള്ളവരാണ്. പിന്നെ നമുക്ക് EBT കാറ്റഗറിയിൽ നിന്ന് 91 പോയിട്ടുണ്ട്. SC ST 12-3 വെച്ച് പോയിട്ടുണ്ട്. ദെൻ മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് 279, LC ലാറ്റിൻ കാത്തലിക് കാറ്റഗറി അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറിയിൽ നിന്ന് 6, OBC 63 ആൻഡ് വിശ്വകർമ്മ 106. അപ്പോൾ ഇതാണ് ഈ ഒരു കാറ്റഗറി അനുസരിച്ചിട്ടുള്ള അഡ്വൈസിൻ്റെ എണ്ണം. അങ്ങനെ ടോട്ടൽ 107 കൊല്ലം ജില്ലയിൽ നിന്ന് VFA അഡ്വൈസ് പോയിരിക്കുന്നത്. അവസാനത്തെ അഡ്വൈസ് വന്നത് 2026 ഫെബ്രുവരി 2 കാര്യം ഓർക്കുക. ഇനി ആലപ്പുഴ നോക്കുകയാണെങ്കിൽ 85 ആലപ്പുഴയുടെ ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം. 2023 നവംബർ 22 ഇവിടുത്തെ റാങ്ക് ലിസ്റ്റ് വന്നത്. ആൻഡ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 2025 ഡിസംബർ 1 ആലപ്പുഴ ജില്ലയുടെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നുള്ള കാര്യം ഓർക്കുക. 61 OC കാറ്റഗറി എന്നുള്ള അഡ്വൈസിൻ്റെ എണ്ണം, ടോട്ടൽ എണ്ണം. ടോട്ടൽ അഡ്വൈസ് 85 കാര്യം കൂടി ഓർക്കുക. ഇനി പത്തനംതിട്ട നോക്കുവാണെങ്കിൽ എത്രയാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്? ടോട്ടൽ അഡ്വൈസ് 69. അവസാനം അഡ്വൈസ് പോയതെന്നാണ് 2026 ജനുവരി 31 പത്തനംതിട്ട ജില്ലയിലേക്കുള്ള അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 69 പത്തനംതിട്ടയുടെ ടോട്ടൽ അഡ്വൈസ്. കോട്ടയം നോക്കുകയാണെങ്കിൽ 114 നിലവിൽ അഡ്വൈസുകൾ പോയിരിക്കുന്നത്. 114 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. OC കാറ്റഗറിയിൽ നിന്ന് 99ാമത്തെ റാങ്കിനെ വരെ വിളിച്ചിട്ടുണ്ട്. പിന്നെ 2026 ജനുവരി 23 അവസാനത്തെ അഡ്വൈസ് പോയത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 ജനുവരി 4 ഇതിനും 2027 വരെ തന്നെ കാലാവധി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ വരുന്നത് എറണാകുളമാണ്. എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് 179. 179 എറണാകുളം ജില്ലയുടെ ടോട്ടൽ അഡ്വൈസ്. അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 2026 ജനുവരി 12 കാര്യം ഓർക്കുക. OC കാറ്റഗറിയിൽ നിന്ന് 183 വന്നിരിക്കുന്നത്. SC നിന്ന് 25, ST നിന്ന് 6. ഇത്രയും റാങ്കുകളാണ് അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അഡ്വൈസ് 179 ഓപ്പൺ കാറ്റഗറിയിൽ 183ാമത്തെ റാങ്കിനെ വരെയാണ് വിളിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ഇത് എറണാകുളം ജില്ലയുടെ കാര്യമാണ്. ഓക്കെ, അടുത്ത ജില്ല നമുക്ക് നോക്കാം. ഇടുക്കിയാണ്. ഇടുക്കിയിൽ 2024
ജനുവരി 25-നാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി സ്റ്റാർട്ട് ചെയ്തത്, റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 63. അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് 2026 ഫെബ്രുവരി 3 OC നോക്കുവാണെങ്കിൽ 56 പേരെയാണ് OC കാറ്റഗറിയിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരിലാണ് ഏറ്റവും അധികം അഡ്വൈസുകൾ നിലവിൽ പോയിരിക്കുന്നത്. 215 തൃശ്ശൂരിൽ നിന്ന് പോയിരിക്കുന്ന അഡ്വൈസുകളുടെ എണ്ണം. അതിൽ 200ാമത്തെ റാങ്കിനെ വരെ OC കാറ്റഗറിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അവസാനത്തെ അഡ്വൈസ് പോയത് 2026 ജനുവരി 8 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2023 ഡിസംബർ 12 കാര്യം കൂടി ഓർക്കുക. സോ നിലവിൽ 215, ഇത് നേരത്തെ വന്നൊരു റാങ്ക് ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ 215 പേരെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് VFA അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊന്ന് പരിഗണിച്ചേരെ. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്ന ഓരോരോ ജില്ലയുടെയും എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഇതുപോലെയുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും അതേപോലെ നമുക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അക്കാഡമിക് കണ്ടൻറ്റും ഒക്കെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സ്ഥിരമായിട്ട് നമ്മൾ അപ്ലോഡ് ആക്കാറുണ്ട്. സോ PSC മെൻ്റർ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. ഒന്ന് വന്നേരെ നമ്മളിനി കുറേയും കൂടി ഊർജിതമായിട്ട് നമ്മുടെ 10th 12th എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് മുന്നേറാം. പിന്നെ നമ്മുടെ KS മെൻ്റർ ആപ്പിലാണെങ്കിലും നമ്മൾ ക്ലാസ്സസ് റെക്കോർഡ് ചെയ്ത് നൽകുന്നുണ്ട്. സോ ആപ്പിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തു. കൃത്യമായിട്ട് തന്നെ വന്ന് പ്രിപ്പറേഷനൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ജില്ലയിലേക്ക് പോയേക്കാം. അടുത്ത ജില്ലയാണ് നമ്മുടെ പാലക്കാട്. പാലക്കാടിൽ നിലവിൽ 174 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. അതിൽ 140ാമത്തെ റാങ്കിനെ വരെ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024 ജനുവരി 4 അവസാനത്തെ അഡ്വൈസ് പോയത് 2026 ജനുവരി 7. ഓക്കെ, സോ 174 പാലക്കാട് ഇതുവരെയുള്ള അഡ്വൈസിന്റെ എണ്ണം VFAക്ക് വേണ്ടിയുള്ള. ഇനി മലപ്പുറം നോക്കുകയാണെങ്കിൽ 169 മലപ്പുറത്തു നിന്നുള്ള ടോട്ടൽ നിയമനങ്ങളുടെ എണ്ണം. അതിൽ 2024 ജനുവരി 4 മലപ്പുറം VFA റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 2026 ജനുവരി 19 അവസാനത്തെ അഡ്വൈസുകൾ പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 151ാമത്തെ റാങ്കിനെ വരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 169 ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം എന്നുള്ള കാര്യം ഓർക്കുക മലപ്പുറത്ത്. ഇനി എന്താ? നമ്മുടെ കോഴിക്കോടിൽ എന്താണ് VFAയുടെ സ്റ്റാറ്റസ്? 112 കോഴിക്കോടിൻ്റെ അഡ്വൈസ് സ്റ്റാറ്റസ്. 2023 ഡിസംബർ 21 കോഴിക്കോടിൻ്റെ ഈ ഒരു VFA റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 2026 ജനുവരി 28 ഈ ഒരു അവസാനത്തെ അഡ്വൈസ് വന്നെന്നുള്ള കാര്യം ഓർക്കുക. 101ാമത്തെ റാങ്കിനെ വരെ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. സോ ഇത് കോഴിക്കോടിൻ്റെ കണക്കാണ്. കോഴിക്കോട് 112 ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം. വയനാട്ടിലേക്ക് വരാം. വയനാട്ടിൽ 26 ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം. 2023 ഡിസംബർ 1 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 2026 ജനുവരി 3 അവസാനത്തെ അഡ്വൈസ് പോയെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഉള്ളതാരാണ്? കണ്ണൂരാണ്. കണ്ണൂരിൻ്റെ അഡ്വൈസ് നോക്കുമ്പോൾ 160 കണ്ണൂരിൻ്റെ ടോട്ടൽ അഡ്വൈസ്. അതിൽ 136ാമത്തെ റാങ്ക് വരെ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. 2026 ജനുവരി 23 അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ 2027 വരെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഏതാണ്? കാസർഗോഡ്. നമ്മുടെ കാസർഗോഡാണ് അടുത്തത്. കാസർഗോഡ് നോക്കുവാണെങ്കിൽ 71 ടോട്ടൽ അഡ്വൈസുകളുടെ എണ്ണം. 2026 ജനുവരി 3 അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. പിന്നെ 58 OC കാറ്റഗറിയിൽ അഡ്വൈസ് പോയ അവസാനത്തെ റാങ്ക്. ഓക്കെ, സോ നമ്മൾ 14 ജില്ലകൾ കവർ ചെയ്തു. സോ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഏതൊക്കെ ജില്ലകളിലേക്ക് എത്ര നിയമനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ പ്രിപ്പറേഷനിൽ ഇരിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആകുവാനും അതോടൊപ്പം തന്നെ ഓൾറെഡി ലിസ്റ്റിലുള്ളവർക്ക് തങ്ങളുടെ ജില്ലയിലെ എന്താണ് എത്ര നിയമനങ്ങൾ പോയി, ഇനി എത്രയും കൂടെ പോയാൽ നമ്മുടേതാകും എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊരു അറിവ് കിട്ടുന്നതിനും വേണ്ടിയാണ്. സോ നമ്മളെല്ലാവരും തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 10th 12th എക്സാംസിൻ്റെ ഒക്കെ തന്നെ കട്ട് ഓഫ് വളരെയധികം ഉയർന്നാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചില പരീക്ഷകളിലൊക്കെ തന്നെ 60ഉം 70ഉം ഒക്കെ തന്നെ കട്ട് ഓഫായി വരുന്നു. കട്ട് ഓഫ് കടക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അഡ്വൈസ് കിട്ടുന്നത് വരെ നമ്മുടെ ഒരു പ്രയാണം, ഒരു ലക്ഷ്യമൊക്കെ തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ കട്ട് ഓഫ് കടക്കുക, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നതിനൊക്കെ തന്നെ അപ്പുറമായിട്ട് അഡ്വൈസ്
കൈ കിട്ടുക, അഡ്വൈസ് മേടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കത്തക്ക രീതിയിൽ ഒരു കോഴ്സുമായിട്ടാണ് KS മെൻറ്റർ, PSC മെൻറ്റർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെബ്കോ LDC തുടങ്ങി ഈ ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള സെയിം സിലബസ് ആയിട്ടുള്ള കോഴ്സുകളെ ക്ലബ്ബ് ചെയ്തിട്ട് നമ്മളൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ KS മെൻറ്റർ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അക്കാഡമിക് ഡേറ്റാസും നോട്ട്സൊക്കെ തന്നെ കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെ ഒക്കെ തന്നെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പലരും തന്നെ സെൽഫ് പ്രിപ്പറേഷൻ നടത്താം എന്നൊക്കെ തന്നെ ആലോചിച്ചിരിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ കഴിഞ്ഞ LDC എക്സാമിൻ്റെ സിലബസ് ഒക്കെ തന്നെ കയ്യിലുണ്ടല്ലോ, നോട്ട്സ് കയ്യിലുണ്ടല്ലോ, അപ്പോൾ പഠിക്കാമെന്ന് ഓർത്തിരിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഓരോ കൊല്ലം കഴിയും തോറും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓരോ വർഷം കൂടുന്തോറും കട്ട് ഓഫും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ സെൽഫ് പ്രിപ്പറേഷനേക്കാൾ ഉപരി കുറച്ചും കൂടി ഒരു അഡ്വാൻസ് പ്രിപ്പറേഷൻ ആവശ്യമാണ് എന്ന് തോന്നുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് ഒരു അഡ്വൈസ് കൈ കിട്ടുന്ന രീതിയിലോട്ടുള്ള പഠനം നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അഡ്വൈസ് കൈ കിട്ടും വരെ നമുക്ക് നമ്മുടെ പ്രയാണം നടത്തിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലസ് നമ്മളൊരു ഫ്രീ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എല്ലാ സാറ്റർഡേയ്സിലും നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയായിട്ട് നടത്തുന്നുണ്ട്. SCRT NCRT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ തന്നെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ക്യൂസസ് ഒക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു മെൻറ്റർഷിപ്പ് സെഷനിൽ നടത്താറുള്ളത്. എല്ലാ ശനിയാഴ്ചയും രാവിലെ 7 മണിക്കാണ് ആ ഒരു മെൻറ്റർഷിപ്പ് സെഷൻ. നമ്മുടെ PSC മെൻറ്റർ ചാനലിൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻഫർമേഷനൊക്കെ തന്നെ പാസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആ ഒരു സമയം ശരിക്കും നിങ്ങൾക്ക് വർത്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.